അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ അടുത്തായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാട്സപ്പിലൂടെ ഒരു പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ജലീൽ ദാരിമി ഉസ്താദ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, എല്ലാവരും ദുആ ചെയ്യുക, നാരിയത്ത് സ്വലാത്ത് പറയുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ദക്ഷിണ കന്നഡ ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ ഇതിൻ്റെ കീഴിൽ കുറേ പോസ്റ്ററും അതേപോലെ ദ്വാരക്കുന്നതും ഉസ്താദന്മാർ എല്ലാവരും ദ്വാ ചെയ്യുന്നതും നാരിയത്ത് സ്വലാത്ത് പറയുന്നതും ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇന്ന് സുബഹിത്തോടെ കൂടിയാണ് ഒരു ദുഃഖവാർത്ത കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത്. ജലീൽ ദാരിമി ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, ഇവിടെ ചെറിയൊരു വയസ്സ്, ചെറിയ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ബാലക്കാരൻ എന്ന് പറയാം, ആ ഒരു പ്രായത്തിൻ്റെ ഉസ്താദാണ് ഇദ്ദേഹം. ഒരു വയസ്സുള്ള ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഞാൻ വാട്സപ്പിലൂടെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാനങ്ങ് നല്ല രീതിയിൽ വിഷമിച്ചു പോയി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട് പണി തുടങ്ങിയിട്ട് പകുതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അദ്ദേഹത്തിന് സുഖമില്ലാതെ ആവുകയും മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ ICUയിൽ ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇന്നലെയും മിഞ്ഞാന്നുമായി പുറത്തു വന്നത്. ഇന്ന് സുബഹിത്തോടു കൂടി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ള വാർത്തയും ഇത് കേട്ടപ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോയി. നമ്മുടെ ഈ ഒരു ഉസ്താദന്മാരുടെ ഫീൽഡിൽ തന്നെ എത്രയോ ബാലക്കാരായ അല്ലെങ്കിൽ പ്രായം തോന്നിക്കാത്തതായ എത്രയോ ഉസ്താദന്മാർ ഈ അടുത്ത് മരണപ്പെട്ടു പോകുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മുടെയൊക്കെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ഏത് ക്ഷണമാണ് മരണപ്പെട്ടു പോവുക. ഇന്ന് ഉള്ള ആൾ നാളെയില്ല, ഈ ക്ഷണമുള്ളയാൾ മറ്റേ ക്ഷണത്തില്ല. നമ്മൾ നല്ല രീതിയിൽ ചിന്തിക്കണം. അതാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിൻ്റെ രുചി അറിയും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള റീസൺ, നമ്മുടെ ഇതുപോലെ മരണപ്പെട്ട ഉസ്താദന്മാർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കൂടെ തന്നെ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ പേരിൽ യാസീൻ ഓതുകയും ഫാത്തിഹ ഓതുകയും ഹദിയ ചെയ്യുകയും ഒക്കെ ചെയ്യണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മനഃശാന്തി ലഭിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹം പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ചെറിയ ഒരു വയസ്സുള്ള ഒരു കുട്ടി മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത്. ആ ഒരു കുട്ടിയെ കണ്ടപ്പോൾ നല്ല രീതിയിൽ വിഷമമായി പോയി. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ ഇട്ട് തരാം. ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ വിഷമം തോന്നുന്നില്ലേ? മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട് പണിയാണെങ്കിലോ പകുതിയിൽ കിടക്കുകയാണ്. ആ ഒരു വീട് പണി, അതിൻ്റെ ഫോട്ടോ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു വാട്സപ്പിലൂടെ. ആ ഒരു ഫോട്ടോ കണ്ടോ? എത്രയും ദുഃഖം തോന്നിപ്പോകുന്ന, അത്തരത്തിലുള്ള ദുഃഖം തോന്നിപ്പോകുന്നുള്ള ഒരു ദൃശ്യങ്ങളായിരുന്നു ഈ അടുത്ത് വാട്സപ്പിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ സുബൈക്ക് വിചാരിച്ചു ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ട് ദ്വാരക്കാൻ വേണ്ടി പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വിഷമം തോന്നിയിട്ടാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉസ്താദിൻ്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ നീ വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക്, മാതാപിതാക്കൾക്കോ ഭാര്യ മക്കൾക്കോ അള്ളാഹുവെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇതിനെ താങ്ങാനുള്ള ഒരു ശേഷി നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെയും നമ്മെയും അള്ളാഹുവെ നീ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സുഖലോക സ്വർഗത്തിൽ നമ്മേവരെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരണേ അല്ലാ. നിങ്ങളും പ്രാർത്ഥിക്കുക. എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ഫാത്തിഹ ഓതുകയും അദ്ദേഹത്തിന് വേണ്ടതായ രീതിയിലുള്ള സത്കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാ, ഈ വീഡിയോ ഞാൻ വളരെ വിഷമത്തോടുകൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഉസ്താദന്മാർക്ക് പറയാൻ 100 നാവുകളാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ കുറ്റം പറയുന്നതായിട്ട് എനിക്ക് ഇതുവരെയായിട്ടും കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ഇങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ, ഏതായാലും നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി നിർത്തുകയാണ്.